ന്യൂസ് 16 കേരള. ഒരു വർഷം 3 മാസം തടവിലാക്കിയ 4 ഇസ്രയേൽ സൈനികരെ മോചിപ്പിച്ച് ഹമാസ്. ഒരു വർഷത്തിലേറെ കാലമായി ബന്ദികളാക്കിയ 4 ഇസ്രയേൽ വനിതാ സൈനികരെ മോചിപ്പിച്ച് ഹമാസ്. ഒരു വർഷം 3 മാസം തടവിലാക്കിയ 4 ഇസ്രയേൽ സൈനികരെ മോചിപ്പിച്ച് ഹമാസ്. ഒരു വർഷത്തിലേറെ കാലമായി ബന്ദികളാക്കിയ 4 ഇസ്രയേൽ വനിതാ സൈനികരെ മോചിപ്പിച്ച് ഹമാസ്. സൈനികരെ റെഡ് ക്രോസ് പ്രവർത്തകർക്ക് കൈമാറി. സൈനികരെയും വഹിച്ച് റെഡ് ക്രോസ് വാഹനം ഗസയിൽ നിന്ന് പുറപ്പെട്ടു. മിലിറ്ററി യൂണിഫോമിൽ പുറത്തെത്തി ആളുകളെ അഭിവാദ്യം ചെയ്യുന്ന സൈനികരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 മുതൽ തടവിലായിരുന്ന 4 ഇസ്രയേൽ സൈനികരെ വിട്ടയക്കുമെന്ന് വെള്ളിയാഴ്ചയാണ് ഹമാസ് അറിയിച്ചത്. വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള രണ്ടാമത്തെ തടവുകാരുടെ കൈമാറ്റമാണ് ഇത്. ഗാസ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള നഹാൽ ഓസ് സൈനിക താവളത്തിൽ നിന്നാണ് 4 പേരെയും ബന്ദികളാക്കിയത്. ധാരണപ്രകാരം 4 സൈനികരെ ഹമാസ് വിട്ടയക്കുമ്പോൾ ഇസ്രയേൽ തടവിലുള്ള ഒരു പലസംഘം പലസ്തീനികളെയും വിട്ടയക്കേണ്ടതുണ്ട്. എന്നാൽ എത്ര പേരാണ് തടവിൽ നിന്ന് മോചിതരാവുക എന്നത് സംബന്ധിച്ച വിവരം ഹമാസോ ഇസ്രയേലോ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഈ കരാർ ഗാസ യുദ്ധത്തിന്റെ അന്ത്യത്തിന് അടിത്തറപ്പാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വെടിനിർത്തൽ കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ നിരവധി പേർ ജന്മദേശത്തേക്ക് തിരിച്ചെത്താൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ വീടുകളും കൃഷിസ്ഥലങ്ങളും കെട്ടിടങ്ങളും സ്ഥിതി ചെയ്തിരുന്നിടത്ത് വെറും കല്ലും മണലും നിറഞ്ഞ കൂമ്പാരങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഗാസയിലേക്ക് തിരിച്ചെത്തിയ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നുവെന്നാണ് ഒരു സ്ത്രീ പ്രതികരിച്ചത്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും നിരന്തരമായ ഇടപെടലുകൾക്ക് ശേഷമാണ് ഗാസയിൽ വെടിനിർത്തൽ കരാറിന് വഴി തുറന്നത്. ഇത് അമേരിക്കയുടെ വിജയമാണെന്നായിരുന്നു ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. 42 ദിവസം നീളുന്ന വെടിനിർത്തൽ കാലയളവിനുള്ളിൽ ഹമാസിന്റെ അധീനതയിൽ ജീവനോടെ കഴിയുന്നുണ്ടെന്ന് കരുതുന്ന 33 തടവുകാരെ വിട്ടയക്കണമെന്നാണ് നിബന്ധന. 1900 പലസ്തീനികളെയാണ് ഇസ്രയേൽ തടവിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.